അയ്യോ, ഞാനിവിടെ എം വന്നിട്ടൊരു 1.5 or 2 yearsൻ്റെ ഉള്ളിലായി. ശരിക്കും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ വഴിയാണ്. ഞാൻ ഇങ്ങനെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ഡാൻസ് പഠിക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ കളിക്കും. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്. ഓണത്തിനൊക്കെ സെലിബ്രേഷനൊക്കെ ഞങ്ങൾ അവിടെ ഒക്കെ കളിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഡാൻസിലോട്ട് ഇഷ്ടം വന്നു തുടങ്ങി 10 കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊറോണ ടൈം ആയപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പ്ലെയിനായിരുന്നു, ഒരു പരിപാടിയിൽ ഒന്നുമില്ല. അപ്പോഴാണ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഡാൻസിൻ്റെ പരിപാടി തന്നെ ഇങ്ങനെ വെറുതെ എടുക്കുക, കളിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ MMൽ തന്നാനെ വീഡിയോ ഇറങ്ങി. അപ്പോൾ തന്നാനെ വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ട് അപ്പോഴാണ് ഈ സുമേഷ് ഏട്ടനും കൃഷ്ണൻ്റെയും വീഡിയോസ് കണ്ടത്. അപ്പോൾ എന്ത് കാട്ടണ കാശുകൊണ്ട് അതിന് കൂടെ ആയിരുന്നു, മനസ്സിലാവണം പോലില്ല. കാരണം ഞാനത് പഠിക്കാൻ നോക്കി. ഫസ്റ്റ് ഓഫ് ഓൾ അത് പഠിച്ചിട്ട് ഞാൻ 0.5 ഇട്ടിട്ട് വരെ കാല് മൂവ് ആവണം അവർ ഇങ്ങനെ. അപ്പോൾ എനിക്കത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇവിടുത്തെ ഇവരെല്ലാ സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടായി. ഇവരുടെ ഡാൻസ് എനിക്ക് സ്പെഷ്യലി ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നി. അപ്പോഴാണ് ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവിടുത്തെ ഡെമോ ക്ലാസ്സൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തു. ഡെമോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റൊന്നും കണക്ട് ചെയ്യണ്ടായില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിക്കൊക്കെ വന്ന് ഇങ്ങനെ പഠിക്കണം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ട് തന്നെയാണ്, ആൾക്കാരോട് സംസാരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒതുങ്ങിയിരുന്ന സമയത്ത് ഫസ്റ്റ് ഇങ്ങനെ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പോലെയായിരുന്നു. കാരണം എനിക്ക് ആരും കണക്ട് ചെയ്യാൻ പറ്റണില്ല, അവർ പറയണമെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഡ്രിൽ ചെയ്ത് ഇവിടെ നിന്ന് വന്നിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങി. സോ പിന്നെ ഓരോ പ്രാവശ്യം ഇവർ ക്ലാസ് എടുക്കുമ്പോഴും നല്ല എഫക്റ്റീവായി തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യിപ്പിച്ചതാണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും ഫോളോ ചെയ്യിപ്പിക്കുന്നതായിട്ടും ഫാക്കൽറ്റീസ് ആയാലും കുറച്ചുകൂടി ഇൻവോൾവ്ഡ് ആണ് എല്ലാ കാര്യത്തിലും. ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ ഇൻഡിവിജ്വലായിട്ട് അടുത്ത് പോയി കിട്ടില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ മടിയാണെങ്കിലും അവരടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കുറേ പേർക്കൊക്കെ. കുറേ ഇൻട്രോവേർട്ട് ആയാലും ആർക്കായാലും അങ്ങനെ ഭയങ്കര എഫക്റ്റീവ് ആയി തുടങ്ങി. അപ്പം അങ്ങനെ ഇവിടെ അടിച്ച് പൊളിച്ച് കൊറിയോസൊക്കെ കളിച്ച് ഭയങ്കര എഫക്റ്റീവായിരുന്നു. പിന്നെയാണ് ഡീപ്പിൻ്റെ കാര്യം അറിഞ്ഞത്. ഡീപ്പിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഞാൻ വന്ന ടൈമിലായിരുന്നു ഫസ്റ്റത്തെ ഡീപ്പ് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് എന്താണെന്നൊന്നും അറിഞ്ഞില്ല. ഡീപ്പ് അങ്ങനെയായിരുന്നു. പക്ഷേ ആ ഡീപ്പിലുള്ള സ്റ്റുഡൻസ് കഴിഞ്ഞിട്ട് അവരുടെ പ്രോഗ്രഷനും അവരുടെ ഗ്രോത്തും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് കുറേ പേര് കയറിയിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഇയർ ഡീപ്പിന് എന്തായാലും ചേരണം എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ഡീപ്പിന് കയറിയപ്പോൾ എനിക്ക് സ്റ്റൈൽ ബേസ്ഡ് ഞാൻ ഹിപ്പ് ഹോപ്പ് ആയിരുന്നു കുറച്ചുകൂടി ട്രെയിൻ ചെയ്തിട്ടുണ്ടായി. പക്ഷേ എനിക്ക് എല്ലാ സ്റ്റൈൽസിൻ്റെ സോങ്സ് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കത് എങ്ങനെയാണ് അതിനനുസരിച്ച് കളിക്കാൻ അറിയില്ല. ഇപ്പോൾ ഹിപ്പ് ഹോപ്പാണ് ഞാൻ പഠിക്കണമെങ്കിലും എനിക്ക് എല്ലാ സോങ്സിലോട്ടും അങ്ങനെ ആ ഒരു ഫീൽ കണക്ട് ചെയ്യണ്ടായില്ലേ. സോ ഡീപ്പിൽ വന്നപ്പോൾ എനിക്ക് എന്ത് സോങ് ഇപ്പോൾ ഞാൻ പഠിച്ച സ്റ്റൈലിൽ ഡീപ്പിലുണ്ടായ സ്റ്റൈൽസിൽ ഏത് സോങ് ഇട്ടാലും എനിക്ക് ആ ഒരു ഗ്രൂവ് ഭയങ്കരമായിട്ട് അവർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ലിറ്ററലി പറയുകയാണെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ആ മ്യൂസിക്കിൻ്റെ ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ആ സോങ്ങിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു ആ കാര്യം. സോ അങ്ങനെ ഡീപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്സ് ഉണ്ടായി, പിന്നെ കൊറിയോഗ്രഫീസ് ക്ലാസ്സസ് ഉണ്ടായി, പിന്നെ ഫ്രീ സ്റ്റൈൽ ടെക്നിക്സ് ഉണ്ടായി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. സോ ഒരു ബിഗിനർ ലെവലിലായാലും നമുക്ക് അത് കൂടുതൽ ഹെൽപ്ഫുൾ പോലെയായിരുന്നു. ബിഗിനർ ആയാലും ഓൾറെഡി ഡാൻസ് പഠിച്ചവർക്കും വരാം, ഓർ ആദ്യമായിട്ട് ഡാൻസ് പഠിക്കുന്നവർക്കായാലും അവരങ്ങനെയാണ് കീപ്പ് ചെയ്ത് കൊണ്ടുപോയി ഓരോ ലെവൽസ്. അങ്ങനെ ആദ്യം ബിഗിനർ, പിന്നെ ഇൻ്റർമീഡിയറ്റ്, ആ ലെവലിൽ നല്ലപോലെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ കുറച്ച് ട്രെയിൻ ചെയ്തിട്ടാണ് ഡീപ്പിന് കയറിയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരുന്നു കുറേ സ്റ്റൈൽസ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ എല്ലാ സ്റ്റൈൽസും ചെയ്ത് കുറച്ചുകൂടി ബോഡി കുറച്ചുകൂടി ഈസി ചെയ്ത് തുടങ്ങി. എന്ത് സോങ് ഇട്ടാലും കുറച്ചുകൂടി മൂവ് ചെയ്യാം ഡീപ്പിൽ. പിന്നെ അതുകൂടാണ്ട് കൊറിയോ എങ്ങനെ ചെയ്യാം, ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾക്കായാലും എങ്ങനെ ഒരു കൊറിയോ ചെയ്യാം, ഓർ മ്യൂസിക്കാലിറ്റി, അതിൻ്റെ ക്ലാസ്സസൊക്കെ ഉണ്ടായിരുന്നു. സോ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം വെറുതെ നമുക്ക് ഒരു സംഭവം പഠിപ്പിച്ചിട്ട് നമുക്ക് കളിക്കുക എന്നൊരു സംഭവം അല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്വയമായിട്ട് എങ്ങനെ ഒരു സോങ്ങിന് കൊറിയോ ചെയ്യാം. സോ അങ്ങനെയൊക്കെ കുറേ രീതിയിൽ ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായി കുറേ ക്ലാസ്സസ്. 2-3 ക്ലാസ്സസ് കൊറിയോഗ്രഫീസ് ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും ഞാൻ കുറേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വൺ ഓഫ് ദി ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീപ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് നോളേജ്. കാരണം എനിക്ക് അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടിയും മ്യൂസിക്കാലിറ്റി ആയാലും ഡൈനാമിക്സ് ആയാലും എന്തായാലും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ അഡിക്ഷൻ ക്രൂവിലൊക്കെ ഉണ്ടായിരുന്നു. സോ ഡീപ്പിൻ്റെ ഇടയിലായിരുന്നു ആ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവിടെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും ഇവിടെ ഡീപ്പിന് വരാം, വൈകിട്ട് വരെ പ്രാക്ടീസ് ചെയ്യുക. സോ എൻ്റെ ഷെഡ്യൂളിൽ ഡീപ്പ് മൊത്തം ഞാൻ അവിടെ തന്നെ ആയിരുന്നു. മൈസെൽഫിൽ എന്നെ വെച്ചടക്കായിരുന്നു ഫുള്ള്. സോ മൈസെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് ഹോം ഫോർ മീ. കാരണം ഞാൻ കുറേ ടൈം ചിലവാക്കണത് ഇവിടെയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര പീസ്ഫുള്ളാണ്. എത്ര ടെൻഷനായാലും വീട്ടിൽ പോയാൽ അത് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ലൂപ്പാണ് നമ്മുടെ എല്ലാവരും.
എന്താ വീട്ടിൽ പോവുക, കോളേജിൽ പോവുക, തിരിച്ചു വരാം. സോ ഇതിൽ നിന്നൊരു വിട്ടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് മൈസെൽഫ് ആൻഡ് മൈ മൂസാണ്. കാരണം ഈ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. വേറെ എന്ത് പ്രശ്നം വന്നാലും ഓർ എന്ത് കാര്യം വന്നാലും ഇവിടെ നിൽക്കണ ആ മൊമെൻറ്റ് ഞാനായിട്ട് തന്നെ കുറേ വട്ടം നിന്നിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുണ്ട് മൈസെൽഫ് ആൻഡ് മൈ മൂസ്. പിന്നെ ഡീപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എമർജിന് ബാറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ ഡീപ്പിൽ ഞാൻ എമർജിന് ഇറങ്ങിയിട്ട് ടോപ്പ് 4 വരെ എത്തിയിട്ടുണ്ടായി. കാരണം മെയിൻ റീസൺ ആ ഡീപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു എമർജി വന്നിട്ടുണ്ടായത്. സോ അവിടെ ചെയ്യിപ്പിച്ച കാര്യം തന്നെയാണ് എന്നെ എന്തെങ്കിലും ഞാൻ എന്താ ബാറ്റിലിറങ്ങി കളിച്ചത് ഫുള്ള്. കാരണം ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. എൻ്റെ മസിൽ മെമ്മറി ഓർ ഇവർ പഠിപ്പിച്ച കാര്യങ്ങളായിരുന്നു. ആ മ്യൂസിക് കുറേ ജോണേഴ്സ് ഓഫ് മ്യൂസിക് ഉണ്ടായി. സോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ തന്നെ നിശ്ചയിച്ചു പോയി ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വിളിക്കുന്നത്. സോ ഡീപ്പിൽ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു എക്സാമ്പിളായിട്ട് എനിക്കത് തോന്നി. എനിക്ക് തന്നെ അത് ബോധിപ്പിച്ച് തന്നു. ആ ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നല്ലാണ്ട് എനിക്ക് തന്നെ ബോധിപ്പിച്ച് തന്നു ഡീപ്പിലുള്ള ചേഞ്ച് ഭയങ്കരമായിട്ട്. പിന്നെ അതിന് ശേഷവും എനിക്ക് ആ ഡീപ്പിൻ്റെ കുറേ നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ആ നോട്ട്സ് വെച്ചിട്ട് തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, അത് തന്നെയായിരുന്നു പരിപാടി. സോ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഡാൻസിൽ കുറച്ചും കൂടിയും എനിക്ക് ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ ഡീപ്പിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഞാൻ ഹിപ്പ് ഹോപ്പ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്യേണ്ടായിരുന്നത്. പക്ഷേ ഡീപ്പിന് വരുന്നതിന് ശേഷം എല്ലാ സ്റ്റൈൽസ് പഠിച്ചുകൊണ്ട് എനിക്ക് ഓരോ സ്റ്റൈൽസിൻ്റെയും ഹോൾ ഡാൻസിനെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം കുറേ സമയത്തൊക്കെ നമുക്ക് ഇപ്പോൾ എന്ത് മ്യൂസിക് ബ്രേക്കിംഗ് ആയാലും ഹൗസ് ഇട്ടാലും സോ അതൊക്കെ ഒരുമാതിരി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. പക്ഷേ ആ എല്ലാ സംഭവങ്ങളും പഠിച്ചപ്പോൾ എനിക്ക് ആ ഡാൻസിനെ മൊത്തമായിട്ട് ഇഷ്ടപ്പെടാൻ തോന്നി. എല്ലാ ജോണേഴ്സ് ഓഫ് മ്യൂസിക്കിന് എല്ലാത്തിനും ഡാൻസ് ആയിട്ട് കാണാൻ തുടങ്ങി. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിരുന്നു. എനിക്ക് ഇതിൽ തന്നെ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായി. ഇത് ഹൗസ് ഇത് ഹിപ്പ് ഹോപ്പോ അതിനങ്ങനെ കളിക്കണം, അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് കളിക്കുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് അത് കളിക്കാൻ പറ്റില്ല. സോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായി. അതിൽ നോക്കി എനിക്ക് നല്ല രീതിയിൽ ചേഞ്ച് ആക്കാൻ ഡീപ്പ് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡീപ്പിൽ ചേരുമ്പോൾ നമുക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. ഓൾറെഡി ഡാൻസ് പഠിച്ചവർക്ക് ചേരണോ ഓർ ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന MM-ലുള്ള സ്റ്റുഡൻസ് തന്നെയാണല്ലോ കയറണേ. സോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് വേണ്ട. കാരണം എനിക്കിവിടെ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ ഉണ്ടായവരും എല്ലാവരും ഒരുമിച്ചായിരുന്നു വന്നിട്ടുണ്ടായി. ഇപ്പോൾ ആരും അറിയാത്തവർ ഇപ്പോൾ ഡാൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഡയറക്റ്റ് ഡീപ്പിലോട്ട് വരികയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ആ ഒരു മാസത്തിൽ തന്നെ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവരെ സറൗണ്ടിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡാൻസ് കളിച്ചവരും എല്ലാവരും അങ്ങനെ ഒരുമിച്ചുള്ളവരായിരിക്കും. സോ നല്ല രീതിയിലുള്ളൊരു എക്സ്ചേഞ്ച് ഉണ്ടാവും അവർക്ക് തന്നെ. പിന്നെ ഇവിടുത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെയും എല്ലാ സ്റ്റൈൽസിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഓൾറെഡി പഠിച്ചവർക്ക് ഉള്ള രീതിയിലായിട്ടുള്ള ഒരു അപ്രോച്ചേ ആയിരുന്നില്ല. ലിറ്ററലി ബേസ് തൊട്ട് നമുക്ക് കൗണ്ട് വെച്ചിട്ട് ഒരു മ്യൂസിക്കിന് കൗണ്ട് ബേസിക്സ് അത് വെച്ചിട്ട് സ്റ്റാർട്ടിങ് തൊട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് റിയലി ഡാം തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് ഓരോ സ്റ്റൈൽസിനെ കുറിച്ചിട്ട് പാഡായിട്ട് മനസ്സിലാക്കിയിട്ട് പോകും. അപ്പോൾ ഡീപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. സോ ഞാനിപ്പോൾ 1 വർഷത്തിൽ തന്നെ ഈ നല്ല രീതിയിൽ ഡാൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ അതിന് മൈസെൽഫ് ആൻഡ് മൈ മൂസിനോടും എൻ്റെ പാരൻസിനോടും എല്ലാവർക്കും എൻ്റെ ഇഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ നന്ദി. താങ്ക് യു.